Hello everyone, welcome back. Kerala Engineering Pharmacy ഫസ്റ്റ് അലോട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അഥവാ ഫസ്റ്റ് അലോട്ട്മെന്റ് ഓഗസ്റ്റ് 8-ന് വന്നു. ഓഗസ്റ്റ് 4-നാണ് ആദ്യം ട്രയൽ അലോട്ട്മെന്റ് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഓഗസ്റ്റ് 7-ന് പ്രൊഫഷണൽ അലോട്ട്മെന്റും ഓഗസ്റ്റ് 8-ന് ഫസ്റ്റ് അലോട്ട്മെന്റും. ഈ ദിവസങ്ങളിലെല്ലാം അലോട്ട്മെന്റുകൾ വന്നത് വളരെ വൈകിയാണ്. എന്ന് വെച്ചാൽ നമുക്ക് അതിൽ അസസ്മെന്റ് നടത്താനോ മറ്റു കാര്യങ്ങളോ ചെയ്യാൻ തൊട്ടടുത്ത ദിവസം വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിരുന്നു. അപ്പോൾ ഏതായാലും ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ സിയുടെ നോട്ടിഫിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് ടു എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി കോഴ്സസ് അലോട്ട്മെന്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അലോട്ട്മെന്റ് ഡീറ്റെയിൽസ് അതിന്റെ നോട്ടിഫിക്കേഷൻ ആണത്. നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് നോട്ടിഫിക്കേഷൻസിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കാം. അലോട്ട്മെന്റ് ഈസ് ബേസ്ഡ് ഓൺ ഇവിടെ കൊടുത്തിരിക്കുന്നത് 29th to 5th October 29th to 5th August 5 PM വരെ ആദ്യം ഉണ്ടായിരുന്നില്ല. 11 PM വരെയാണ് ആദ്യം വന്നിരുന്ന നോട്ടിഫിക്കേഷനിൽ ഉണ്ടായിരുന്നത്. ഏതായാലും ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിൽ ഡീറ്റെയിൽസ് വിൽ ബി അവൈലബിൾ ഓൺ ദ ഹോം പേജ്. നമുക്ക് അവിടെ നിന്ന് അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ആ അലോട്ട്മെന്റ് മെമ്മോയിൽ ഡീറ്റെയിൽസ് ആയിട്ട് ഉണ്ടാവുന്നത് സ്റ്റുഡൻറ്റിന്റെ നെയിം, അതുപോലെ റോൾ നമ്പർ, അലോട്ടഡ് കോഴ്സ്, അലോട്ടഡ് കോളേജ്, കാറ്റഗറി ഓഫ് അലോട്ട്മെന്റ്, ഡീറ്റെയിൽസ് ഓഫ് ഫീ ടു ബി പെയ്ഡ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാവുന്നതാണ്. അലോട്ട്മെന്റ് മെമ്മോയിൽ ഉണ്ടാവും. അലോട്ട്മെന്റ് ഡീറ്റെയിൽസ് വന്നത് മുതൽ 13th August 3 PM വരെയാണ് നമുക്ക് പേയ്മെന്റ് ചെയ്യാനുള്ള സമയം. ഓക്കെ, നൗ അതിൽ തന്നെ ആ ഡേറ്റിന് മുന്നേ ഫീ പേ ചെയ്യാത്ത സ്റ്റുഡൻസിന്റെ അലോട്ട്മെന്റും അതുപോലെ തന്നെ ഇനിയുള്ള സബ്സിക്വന്റ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാനുള്ള അവസരവും നഷ്ടപ്പെടുന്നതാണ്. അലോട്ട്മെന്റ് കിട്ടിയ സ്റ്റുഡൻസ് മാത്രമേ ഫീ പേയ്മെന്റ് ചെയ്യേണ്ടതുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫാക്ടർ, ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിൽ സ്റ്റുഡൻസിന് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ദേ നീഡ് നോട്ട് ഫിസിക്കലി ജോയിൻ ദ കോളേജസ്. എന്ന് വെച്ചാൽ കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഓൺലൈനായിട്ട് ഫീ പേ ചെയ്യുന്നതോടുകൂടി അലോട്ട് ചെയ്തിരിക്കുന്ന ആ കോളേജിലെ കോഴ്സ്, ആ സീറ്റ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് ഇക്വലന്റ് ആണ്. സെക്കൻഡ് അലോട്ട്മെന്റിനും ശേഷം നമുക്ക് എവിടെയാണോ ഏത് കോളേജിലാണോ കിട്ടുന്നത് അവിടെയാണ് പോയി ജോയിൻ ചെയ്യേണ്ടത്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ കഴിയുമ്പോൾ കിട്ടുന്ന അതേ കോളേജാണ് സെക്കൻഡ് അലോട്ട്മെന്റിലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം നമുക്ക് ഏത് കോളേജാണോ കിട്ടിയത് അവിടെയാണ് നമ്മൾ പോവേണ്ടതും അവിടെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടിയും വരും. ഇനി ഫീ പേ ചെയ്യാനുള്ളത് ഓൺലൈൻ പേയ്മെന്റ് ആണ്. അതിനുള്ള സമയം കൊടുത്തിട്ടുള്ളത് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു, ഓഗസ്റ്റ് 13-ന് 3 PM വരെയാണ് അതിനുള്ള ടൈം. ഓക്കെ, നൗ ഫീ പേയ്മെന്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വളരെ പ്രത്യേകം ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം, ഓഗസ്റ്റ് 8-ന് വൈകിട്ട് 6:34 ഈ പറയുന്ന പേപ്പർ സൈൻ ചെയ്ത് അതിനും ഒരുപാട് ലേറ്റ് ആയിട്ടാണ് അലോട്ട്മെന്റ് ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത്. ഏതായാലും ഒരു അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും. അഥവാ റോൾ നമ്പർ, അപ്ലിക്കേഷൻ നമ്പർ, നെയിം, റാങ്ക് ഡീറ്റെയിൽസ് എല്ലാം ടോപ്പിൽ കാണും. അലോട്ട്മെന്റ് ഡീറ്റെയിൽസ് ഈ സ്റ്റുഡൻറ്റിന് ലഭിച്ചിട്ടുള്ളത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് ഏതാണ്, ഏത് കോളേജ് ആണ് എന്നുള്ളതും അതുപോലെ തന്നെ നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരുന്ന ഫീ എമൗണ്ടും അവിടെ കൊടുത്തിട്ടുണ്ടാകും. സോ ഈ കേസിൽ കോഴ്സ് ഫീ 79,030 rupees ആണ്. അതിൽ സിഇഇയിലേക്ക് അഥവാ ഫസ്റ്റ് ആയിട്ട് ഇപ്പോൾ പേ ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 8,000 ആണ്. ഓൾറെഡി പേ ചെയ്തിട്ടുള്ള 2,000 എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ, നമ്മൾ ആദ്യമായി ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആ സമയത്ത് നമ്മൾ 2,000 പേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. ഇനി പേ ചെയ്യേണ്ടത് 8,000 ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് നിങ്ങൾക്ക് അതിനുള്ള പേയ്മെന്റ് ചെയ്യാനുള്ള സൗകര്യം കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്താൽ കാണാവുന്നതാണ്. അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്ത് സൂക്ഷിക്കുക. അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് കഴിയുമ്പോൾ അതിനും ചിലപ്പോൾ മാറ്റങ്ങൾ വരികയാണെങ്കിൽ അല്ലെങ്കിലും നമ്മൾ സെക്കൻഡ് അലോട്ട്മെന്റിന്റെ അലോട്ട്മെന്റ് മെമ്മോയും ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്യേണ്ടി വരും. സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷമാണ് നമ്മൾ ആക്ച്വലി ഫിസിക്കലി കോളേജിൽ അപ്പിയർ ചെയ്യേണ്ടത്. ആ സമയത്ത് കോളേജിന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്തിട്ടാണ് നിങ്ങൾ കോളേജിൽ ചെല്ലുന്നതെങ്കിൽ വളരെ ഈസി ആയിട്ട് അഡ്മിഷൻ പ്രൊസീജിയറുകൾ കംപ്ലീറ്റ് ചെയ്യാം. കൊണ്ടുപോകേണ്ട ഡീറ്റെയിൽസ് അഥവാ അഡ്മിഷന്റെ സമയത്ത് കോളേജിൽ പ്രസന്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സും ഡീറ്റെയിൽസ് ഒക്കെ ആക്ച്വലി സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം വരുന്ന അലോട്ട്മെന്റ് മെമ്മോയിലാണ് അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.